Hello everyone, it's me Shahana Fatima and welcome to our show BIG14 Food Contest powered by Bindu Jewelry. നമ്മളിപ്പോൾ ഏതൊരു കുട്ടിയോടും എന്ത് ഡിഷ് ഉണ്ടാക്കാൻ അറിയാമെന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്നത് മുട്ട കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ഡിഷായിരിക്കും. മുട്ട ഓംലേറ്റ്, മുട്ടക്കറി, മുട്ട റോസ്റ്റ്, അങ്ങനെ പലതും. അങ്ങനെ മുട്ട കൊണ്ടുണ്ടാക്കുന്ന ഒരു വെറൈറ്റി ഡിഷുമായിട്ട് ഒരു സൂപ്പർ ഷെഫ് ഇപ്പോൾ നമ്മൾ കൂടെ ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ അവരോട് ചോദിച്ചറിയാം. ഹലോ, ഹായ്. എന്താ പേര്? മസ്ന. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8th. ഏത് സ്കൂളിലാണ്? തൻവീറുൽ ഇസ്ലാം. ഓക്കെ. ഇപ്പോൾ മുട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട കൊണ്ട്? മുട്ടച്ചില്ലി. ഇപ്പോൾ മസ്ന ഇന്ന് നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടച്ചില്ലിയാണ്. അപ്പോൾ മുട്ടച്ചില്ലിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് മസ്ന കൊണ്ടുവന്നിട്ടുള്ളത്? സവാള, കറിവേപ്പില, കുരുമുളക്, ഉപ്പ്, തക്കാളി, പച്ചമുളക്, മുട്ട. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് മസ്ന മുട്ട ചില്ലിക്കായി യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഗ്യാസ് ഓൺ ചെയ്തിട്ട് പാൻ വെക്കാം. എന്നിട്ട് എണ്ണ ഒഴിക്കുകയാണ്. ഇനി എന്താ ആദ്യം ചെയ്യാൻ പോകുന്നത്? ഉള്ളി, സവാള ഇടാം. എണ്ണ ചൂടായെന്നുള്ള ടെസ്റ്റിംഗ് ആണ്. എന്നിട്ട് സവാള ഇടുക. ബ്രൗൺ കളർ ആവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ എത്ര മുട്ടക്കുള്ള ഉള്ളിയും തക്കാളിയും മുളെടുത്തിട്ടുള്ളത്? 3 മുട്ടയ്ക്ക്. എത്ര ഉള്ളി, എത്ര തക്കാളി? ചെറുതാണെങ്കിൽ 3 ഉള്ളി, മറ്റേച്ചാല് 2 ഉള്ളിയും ടൊമാറ്റോ 2 വലുത് തന്നെ. 2 വലിയ ടൊമാറ്റോയും 3 ഉള്ളി. ചെറുതാണെങ്കിൽ 3, വലുതാണെങ്കിൽ 2. 3 മുട്ട കൊണ്ടുള്ള ഡിഷാണ്. സവാള വെന്ത് കിട്ടാൻ ഇച്ചിരി ഉപ്പ് ആവശ്യത്തിന്. എന്നിട്ട് തക്കാളി ഇടുക. അപ്പോൾ മസ്ന ഉള്ളിയിലോട്ട് തക്കാളിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളി ഉള്ളി നന്നായി വഴറ്റി കൊടുക്കുക അല്ലേ? നന്നായി വഴറ്റി കൊടുക്കുക. സവാളയും തക്കാളി ഇട്ടിട്ട് കുരുമുളക് പൊടി ഇടാം. നന്നായിട്ടൊന്ന് വരട്ടെ. എന്താ അടുത്ത സ്റ്റെപ്പ്? പച്ചമുളക്. സാധാരണ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യാറ്. ഇതിൽ അതൊന്നും കാണുന്നില്ല. പച്ചമുളക്, കുരുമുളക് പൊടി, ഉള്ളി, തക്കാളിയാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. നെക്സ്റ്റ് നീ എന്താ ചെയ്യാൻ പോകുന്നത്? കറിവേപ്പില. കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തപ്പോൾ നല്ലൊരു മണമാണ് ഇപ്പോൾ വരുന്നുള്ളത്. തക്കാളിയും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് നല്ല സൂപ്പർ മണം വരുന്നുണ്ട്. ഓൾമോസ്റ്റ് കഴിയാറായി. എന്നിട്ട് മുട്ട ഇടുക. ഇത് മിക്സ് ചെയ്യാം.
എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുത്തതിന് ശേഷം മുട്ടയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് കഴിയാറായി, നല്ല മണവും വരുന്നുണ്ട്. കഴിഞ്ഞോ? ആ കഴിഞ്ഞു. കുട്ടി നല്ലോണം ടയേർഡായെന്ന് തോന്നുന്നുണ്ട്. ആദ്യമായിട്ടാണോ ചെയ്യുന്നത്? വീട്ടിൽ ചെയ്യാറുണ്ടോ? ആരാ പഠിപ്പിച്ചെന്ന്? ഉമ്മ. ഈ ബൗളിലേക്ക് സേവ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് കറിവേപ്പില ഇടാം. ചേച്ചിയാണ് ടേസ്റ്റ്. മസ്നക്കുട്ടിയുടെ മുട്ട ചില്ലി റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാണ്. കിട്ടുവാണ്, പൊളിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, വേറെ തന്നെ പറയണം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. കൂട്ടത്തിൽ സബ്സ്ക്രൈബും ബെല്ലൈക്കണും മറക്കരുത്. Bindu Jewelry, Kasaragod. Gold, diamond, birthstone, silver.